ലേണേഴ്സ് നമ്പർ 1ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന പാഠത്തിലെ ചില ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Find out the features of Rayatwari Mahalwari system and permanent land revenue settlement. അതായത് റൈറ്റ്വാരി മഹൽവാരി പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ഇതിന്റെ ഫീച്ചേഴ്സ് സവിശേഷതകൾ എന്തൊക്കെയാണ്? റൈറ്റ്വാരി സമ്പ്രദായം, മഹൽവാരി സമ്പ്രദായം, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ സമ്പ്രദായം. ഈ മൂന്ന് സമ്പ്രദായങ്ങളുടെയും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് അഥവാ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഈ ചോദ്യം സാധാരണയായിട്ട് 2 മാർക്കിന്റെയും 4 മാർക്കിന്റെയും അതുപോലെ 6 മാർക്കിന്റെ ആയിട്ട് ചോദിക്കാറുണ്ട്. 6 മാർക്കിന്റെ ആണെങ്കിൽ ഇത് 3 കൂടി എഴുതേണ്ടി വരും. അതുപോലെ തന്നെ 2 മാർക്കിന്റെ ആണെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണം മാത്രമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ 2 കമ്പയർ ചെയ്തുകൊണ്ട് 4 മാർക്കിന്റെ ചോദിക്കാം. എന്തായാലും നമുക്കിത് 3 നിർബന്ധമായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. നമുക്ക് നോക്കാം ആൻസർ. പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് അഥവാ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഇത് ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ റീജിയൻസിലാണ് നടപ്പിലാക്കിയിരുന്നത്. അത് നമുക്ക് ആദ്യം തന്നെ ഇപ്പൊ ഫീച്ചേഴ്സ് മാത്രമാണ് നമ്മളോട് ചോദിച്ചതെങ്കിലും എന്താണ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്, അത് എവിടെയായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് കൊടുക്കാം. അത് എവിടെയൊക്കെയായിരുന്നു? ബംഗാളിലും ബീഹാറിലും ഒറീസയിലെ ചില പ്രദേശങ്ങളിലുമാണ് ഇത് നടപ്പിലാക്കിയിരുന്നത്. മനസ്സിലായില്ലേ? ഇനി അതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നമുക്ക് ഓരോ പോയിന്റുകളായിട്ട് കൊടുക്കാം. ഒന്നാമത്തെ ഫീച്ചർ, ടാക്സ് കളക്റ്റഡ് ബൈ ദ സെമീൻദാർസ്. സെമീൻദാർമാരായിരുന്നു നികുതി കളക്ട് ചെയ്തിരുന്നത്, നികുതി ശേഖരിച്ചിരുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, സെമീൻദാർസ് വേർ ദ ഓണേഴ്സ് ഓഫ് എൻറ്റയർ ലാൻഡ്. അവരുടെ അതായത് ഫാമേഴ്സിന്റെ കയ്യിലുള്ള ലാൻഡിന്റെ യഥാർത്ഥ അവകാശി ആരായിരുന്നു? സെമീൻദാർമാരായിരുന്നു. ഇനി മൂന്നാമത്തെ പോയിന്റ്, actual farmers became tenants. They had no ownership of the land. യഥാർത്ഥ കർഷകര് ശരിക്കും ആരായിരുന്നു? കുടികിടപ്പുകാരായിരുന്നു. They had no ownership of the land. അവർക്ക് സ്വന്തമായി ഭൂമിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി നാലാമത്തെ പോയിന്റ്, collected 60% of the yield as tax. അവർക്ക് ലഭിച്ചിരുന്ന വിളയുടെ 60% ടാക്സ് ആയി കൊടുക്കേണ്ടതായിട്ട് വന്നിരുന്നു, നികുതിയായി കൊടുത്തിരുന്നു. ഇനി ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഈവൻ അറ്റ് ദ ടൈം ഓഫ് പുവർ ഈൽഡ്. ഒരു പക്ഷേ ചിലപ്പോൾ വിളയ്ക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യം വന്നേക്കാം. ആ സാഹചര്യത്തിലായാൽ പോലും എന്ത് കൊടുക്കേണ്ടതായിട്ട് വന്നിരുന്നു? ടാക്സ് നിർബന്ധിതമായിട്ട് അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നിരുന്നു. ഇനി ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഇൻ ക്യാഷ് ബിഫോർ ദ കട്ട് ഓഫ് ഡേറ്റ്. അതായത് അവർ നിശ്ചിതമായിട്ടൊരു ദിവസം നിശ്ചയിച്ചിരുന്നു. ഈ ദിവസത്തിന് മുമ്പായിട്ട് ടാക്സ് നിർബന്ധമായിട്ടും അടയ്ക്കേണ്ടതായിട്ട് വന്നിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്? ടാക്സ് കളക്റ്റഡ് ബൈ ദ സെമീൻദാർസ്. സെമീൻദാർസ് were the owners of entire land. Actual farmers became tenants. They had no ownership of the land. Collected 60% of the yield as tax. Tax was to be paid even at the time of a poor yield. Tax was to paid in cash before the cut off date. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഫീച്ചേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. 2 മാർക്കിന്റെ ചോദിക്കുകയാണെങ്കിൽ ഇത്ര മാത്രം എഴുതിയാൽ മതി. ഇനി കമ്പയർ ചെയ്തിട്ടാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഏത് തമ്മിലാണോ കമ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അതും കൂടി കമ്പയർ ചെയ്ത് എഴുതണം. നെക്സ്റ്റ് സിസ്റ്റം നോക്കാം. റൈറ്റ്വാരി സിസ്റ്റം ബ്രാക്കറ്റില് സൗത്ത് ഇന്ത്യ എന്ന് കൊടുക്കാം. അതായത് റൈറ്റ്വാരി സമ്പ്രദായം നടപ്പിലാക്കുന്നത് തെക്കേ ഇന്ത്യയിലായിരുന്നു. അത് നോട്ട് ചെയ്തതിന് ശേഷം ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് കൊടുക്കാം. ഫസ്റ്റ് പോയിന്റ്, ടാക്സ് കളക്റ്റഡ് ഡയറക്ട്ലി ഫ്രം ഫാമേഴ്സ്. ടാക്സ് നേരിട്ട് ഫാമേഴ്സിൽ നിന്നാണ് കളക്ട് ചെയ്തിരുന്നത്. കൃഷിക്കാരിൽ നിന്നാണ് ഈ നികുതി ശേഖരിച്ചിരുന്നത്, നേരിട്ട് ശേഖരിച്ചിരുന്നു. രണ്ടാമത്തെ പോയിന്റ്, farmers was vested with the ownership of landlords. ലാൻഡ്ലോഡ്സ് അഥവാ ഭൂപ്രഭുക്കന്മാരുടെ ഓണർഷിപ്പിലായിരുന്നു ഭൂമിയെങ്കിലും ഈ നികുതി നൽകേണ്ടത് ആരായിരുന്നു? കൃഷിക്കാരായിരുന്നു നികുതി കൊടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് പോയിന്റ്, റേറ്റ് ഓഫ് ടാക്സ് വാസ് വെരി ഹൈ. അവർ ചുമത്തിയിരുന്ന നികുതി വളരെ വലിയ നികുതിയായിരുന്നു, വലിയ എമൗണ്ട് ആയിരുന്നു ചുമത്തിയിരുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ടാക്സ് റേറ്റ് were frequently increased. അവർ ഇടയ്ക്കിടയ്ക്ക് അവർ ടാക്സ്
റേറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നു, കൂട്ടിക്കൊണ്ടിരുന്നു. ലാസ്റ്റ് പോയിന്റ്, ടാക്സ് വാസ് ടു ബി പെയ്ഡ് ആസ് ക്യാഷ്. ഇവിടെ ടാക്സ് പണമായി തന്നെ നൽകണമായിരുന്നു. ഇങ്ങനെ പ്രധാനമായിട്ടും 5 പോയിന്റുകളാണ് ഇതിലുള്ളത്. ഫസ്റ്റ് പോയിന്റ്, ടാക്സ് കളക്റ്റഡ് ഡയറക്ട്ലി ഫ്രം ഫാമേഴ്സ്. Farmers was vested with the ownership of landlords. Rate of tax was very high. Tax rate were frequently increased. Tax was to be paid as cash. Next system, മഹൽവാരി സിസ്റ്റം. ഇത് നടപ്പിലാക്കിയിരുന്നത് നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലായിരുന്നു മഹൽവാരി സിസ്റ്റം നടപ്പിലാക്കിയിരുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ്, ഫസ്റ്റ് ഫീച്ചർ, the village headman was assigned the responsibility to collect tax. ഗ്രാമപ്രദേശത്താണെങ്കിൽ ഗ്രാമത്തലവനെയായിരുന്നു ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് റെസ്പോൺസിബിലിറ്റി കൊടുത്തിരുന്നത്, ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ദ ടാക്സ് റേറ്റ് വാസ് എക്സസീവ്. ടാക്സ് റേറ്റ്, ടാക്സ് നിരക്ക് വളരെ കൂടുതലായിരുന്നു. ഇനി ലാസ്റ്റ് പോയിന്റ്, ദ എൻറ്റയർ വില്ലേജ് അഥവാ മഹൽ വാസ് കൺസിഡേർഡ് ആസ് എ സിംഗിൾ യൂണിറ്റ് ഫോർ ടാക്സ് കളക്ഷൻ. ഏത് വില്ലേജിനെയാണോ അല്ലെങ്കിൽ ഏത് വില്ലേജിലാണോ ടാക്സ് കളക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ വില്ലേജിനെ അവർ ഒരു യൂണിറ്റ്, ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് പരിഗണിച്ചിരുന്നത്. ഇനി 3 പോയിന്റ് ഒരു പ്രാവശ്യം കൂടി നോക്കാം നമുക്ക്. ദ വില്ലേജ് ഹെഡ്മാൻ വാസ് അസൈൻഡ് ദ റെസ്പോൺസിബിലിറ്റി ടു കളക്ട് ടാക്സ്. രണ്ടാമത്തെ പോയിന്റ്, ദ ടാക്സ് റേറ്റ് വാസ് എക്സസീവ്. ലാസ്റ്റ് പോയിന്റ്, ദ എൻറ്റയർ വില്ലേജ് അഥവാ മഹൽ വാസ് കൺസിഡേർഡ് ആസ് എ സിംഗിൾ യൂണിറ്റ് ഫോർ ടാക്സ് കളക്ഷൻ. മനസ്സിലായോ എല്ലാവർക്കും?